ഹലോ നമസ്കാരം കേട്ടോ. സോദാ ഷമീറാണ് കരിമ്പ. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ എണീച്ചൊന്നൊന്ന് വിശ്വസിക്കുന്നു. രാവിലെ എണീച്ചത് പുറത്തൊക്കെ നോക്കാൻ നല്ല രസമായിരിക്കൂലേ. അപ്പോൾ ഞാൻ വെറുതെ ഒന്നിങ്ങനെ ഷൂട്ട് ചെയ്താൽ കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു പുറത്തൊക്കെ നോക്കുമ്പോൾ കാണാൻ. രാവിലെ തന്നെ ആ നനഞ്ഞ് മൂടിക്കിടക്കണ ആ മഞ്ഞുതുള്ളിൻ്റെ ആ നനവും ആ തണുപ്പും ആ ഇളം കാറ്റും, പിന്നെ അങ്ങനെ അടുക്കള ഭാഗം കഴിഞ്ഞ് ഫ്രണ്ട് ഭാഗത്തൊന്ന് വന്ന് വെറുതെ ഒന്ന് എടുത്താൽ കേട്ടോ, ദിക്കാൻ്റെ ജീപ്പാണ്. അതൊരു ഓർമ്മയായിട്ട് അവിടെ ഉണ്ട്. ഇൻഷാ അല്ലാ റെഡിയാക്കി എടുക്കണം. മേലെ ഇരിക്കണം, ഒരുത്തനല്ലേ നമ്മളെ കൂടെ ഉള്ളത്, എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും. പിന്നെ അങ്ങനെ പോന്നപ്പോൾ ഇക്കാൻ്റെയും എൻ്റെ മൊമെൻസുകളൊക്കെ ഒന്ന് എടുത്തതാട്ടോ. ചെറുതായിട്ട്, എനിക്കധികമൊന്നുമില്ല, ഇക്കാൻ്റെയാണ്. പിന്നെ അങ്ങനെ വന്ന് മെയിൻ ഡ്യൂട്ടിയായ എന്നും എൻ്റെ ജീവിതത്തിൽ ഒരു പങ്കാളിയായ എൻ്റെ തൈറോയിഡിൻ്റെ ഗുളിക ഒന്ന് കഴിച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയൊക്കെ ഒതുക്കി പെറുക്കി വെക്കുക കേട്ടോ. കാരണം തലേന്നത്തെ 2-3 പാത്രം കൂടി ഞാനവിടെ വെച്ചിരുന്നു, ഈ അടിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ചോറിന് തീ കത്തിക്കുക എന്നുള്ള രീതിക്കാണ് അങ്ങനെ വെച്ചത്. അങ്ങനെ തിരിച്ച് കണ്ട് പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ നിന്നാൽ മതിയല്ലോ. പിന്നെ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ തീ പിടിപ്പിച്ച് പിന്നെ അരി ഇടാനുള്ള പരിപാടിയായിട്ടോ. അപ്പോൾ അരിയൊക്കെ അളന്ന് എടുത്ത് പിന്നെ അരി കഴുകാനുള്ള പരിപാടി. അരി കഴുകിയിട്ട് നമ്മളതിലേക്ക് ഇട്ടാൽ പിന്നെ ബാക്കിയുള്ള പരിപാടികൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് പിന്നെ ഒരു പണി സൈറ്റിൽ പോയി നോക്കാണ്ട് കേട്ടോ. പണി നോക്കാണ്ട് ഇപ്പോൾ 2 ദിവസമായിട്ട് പണിയില്ല. കിണർതേവൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ 2 ദിവസമായിട്ട് പണിയില്ല. അപ്പോൾ പിന്നെ പണി നോക്കിയിട്ട് പോരണം. പാലക്കാടാണ് സൈറ്റ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ചോറൊക്കെ തീമിട്ട് പിന്നെ കുറച്ച് കറി ഉണ്ടായിരുന്നു. ആ കറിയൊക്കെ റെഡിയാക്കി പരിപ്പ് കറി ആട്ടോ വെച്ച്. പരിപ്പ് കറി വെച്ച് കുറച്ച് മീൻ വാങ്ങി മീൻ പൊരിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ അങ്ങനെ കുട്ടികൾ എണിച്ച് വന്ന് കുട്ടികൾക്കുള്ള ചായയൊക്കെ റെഡിയാക്കി. മോൾ എണിച്ച് വന്നത് മോൾക്ക് ചായ വേണം കേട്ടോ. ചെറിയ മോൾക്ക്. മോനക്കും വേണം. കാരണം ഓർക്ക് രാവിലെ എണിച്ചതും എന്തെങ്കിലും ഒരു ചെറുകടി, എന്തെങ്കിലും ഒരു കാൽ ചായ അവർക്ക് വേണം. കാൽ ചായക്ക് എന്തെങ്കിലും ഒരു ചെറുകടി വേണം അവർക്ക്. അപ്പം അങ്ങനെ ബ്രെഡും ഇതൊക്കെ അങ്ങനെ പൊരിച്ചിട്ട് കൊടുക്കാന്നുള്ള രീതിക്ക് അതാട്ടോ കൊടുത്ത്. പിന്നെ അങ്ങനെ ചായയൊക്കെ ജഗ്ഗിലാക്കിയിട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കുക പറഞ്ഞിട്ട് അളാമാൻ്റെ മോളാട്ടോ ജഗ്ഗിലാക്കണ്. അവളാണ് ഒക്കെ ചായ പരിപാടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തോളം അങ്ങനെ റെഡിയാക്കി എടുത്തോളും. പിന്നെ അങ്ങനെ തീ കത്തുണ്ടോ നടക്കും നോക്കി. പിന്നെ അപ്പത്തിന് ചോറ് തളിച്ചിക്കണം കേട്ടോ. ചോറ് തളിച്ചോന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വന്ന് നോക്കുമല്ലോ വന്ന്. പിന്നെ അങ്ങനെയൊക്കെ പണികളൊക്കെ ഒരുങ്ങി, വീട്ടിലത്തെ പണികളൊക്കെ ഒരുങ്ങി അങ്ങനെ പാലക്കാട് പോവുക കേട്ടോ. കാരണം ചായ കൂടി ഇതൊക്കെ കഴിഞ്ഞ് സിമ്പിൾ കടി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ പാലക്കാട് പോയി പണി സൈറ്റിക്ക് ചെല്ലാൻ പറഞ്ഞു കേട്ടോ. വേഗം പെട്ടെന്ന് വിളിച്ചിട്ട് ആ ഏജൻറ്റിനെ അവിടെ മറ്റേ ധൃതി ഉണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കല്ലടിക്കോട്ട് നിന്ന് ഞാനും അച്ഛനും എൻ്റെ ചെറിയ മോനും പിന്നെ ബസ്സിൽ കയറിയിട്ട് KSRTCക്ക് കയറിയത്. അതാകുമ്പോൾ പിന്നെ എളുപ്പമുണ്ട്. നീ എങ്ങോട്ടാടാ വന്ന്? എന്തിനാ വന്ന്? എന്ത് പണി? ഓ, നീ മരം മുറിക്കാൻ പോണുണ്ട്? പണിയെടുക്ക. ആരെ കൂടെ പോണ്? ഉമ്മാൻ്റെ കൂടെ പോണ്. പിന്നെ അവിടുന്ന് അങ്ങനെ ഞങ്ങൾ ചെന്ന പണി സൈറ്റാട്ടോ. കുഴപ്പമൊന്നുമില്ല. 2 കോളേജുകൾ അപ്പുറം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു 10 മരങ്ങളുണ്ട്. ഇതിപ്പോൾ 4 മരം ഇതിൽ പൊടുത്തിട്ടുള്ളൂ. ലോറി കിടക്കണ അപ്പുറത്തൊക്കെ നിറച്ച് മരങ്ങളുണ്ട്. ഒരു 10-15 മരം അവിടെ ഉണ്ട്. മൊത്തം ഒരു 10-20 മരം ഉണ്ട്. അപ്പോൾ അതൊക്കെ മുറിച്ച് തള്ളണം. അവർക്ക് ബിൽഡിങ് പണിയാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നമ്മളെ ഇങ്ങനെ ബന്ധപ്പെട്ടതാട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏതായാലും പണിയൊന്നുമില്ലാതെ ഇരിക്കുന്നത് കാരണം നമുക്കതൊരു കാര്യമായി. അൽഹംദുലില്ലാ. പെരുന്നാളും സ്കൂളൊക്കെ തുറക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ഞാനും അച്ഛനും പിന്നെ വിനോദോട്ടനാട്ടോ ഇതിൻ്റെ ആൾ. അപ്പോൾ വിനോദോട്ടൻ എല്ലാവരും പാടെ അങ്ങനെ കൂടി കണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നുട്ടോ. കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്ന് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് നമ്മളെ പാലക്കാട് KSRTC സ്റ്റാൻഡാട്ടോ. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛനോട് ചോദിച്ചു ചായ കുടിക്കണം അച്ഛൻ ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറയാൻ ഓരോ ഗ്ലാസ് ചായ കുടിക്കുക പറഞ്ഞു. പിന്നെ മകന് എവിടെ പോയാലും ഓന് ഒരു 10-20 ചിലവാക്കും കേട്ടോ. കാരണം അവന് എന്തെങ്കിലും ഒരു കൂടെ വന്നതിന് എന്തെങ്കിലും ഒരു ചിലവ് വേണം. അവന് കാണുമ്പോഴല്ല എൻ്റെ കൂടെ വന്ന് എന്തെങ്കിലും ഒരു ചിലവാക്കും. പിന്നെ ഞങ്ങളങ്ങനെ ബസ്സും കാത്ത് നിൽക്കുക കേട്ടോ, നമ്മളങ്ങോട്ട് കരിമ്പിലേക്ക് പോരാൻ. അപ്പോൾ അവന് പിന്നെ പെപ്സി വേണം പറഞ്ഞൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.